Welcome to all. These are the answers of last section's problems. Then today I'm going to explain a new section, D'Alembert's principle. This principle states that if a rigid body is acted upon by a system of forces, the system may be reduced to a single resultant force whose magnitude, direction and the line of action may be founded by the method of graphic statics. Consider a body of mass m which is under the uniform motion and acceleration a. Okay, അതായത് m മാസ്സുള്ള ഒരു ബോഡി a ആക്സലറേഷനിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. Then I am applying a force p in the opposing direction of motion. We know that the force acting on the body is equal to F is equal to m into a, which is from the Newton's second law. Then I am slightly increasing the magnitude of p. P യുടെ magnitude ഞാൻ increase ചെയ്യുന്നു. Then ഒരു particular time ആവുമ്പോൾ p becomes f or p equal to f. Then we can write that ma is equal to f is equal to p. In simply ma is equal to p and p minus ma is equal to 0. It may be noted that the equation 1 is the equation of dynamics, whereas the equation 2 is the equation of statics. The equation 2 is also known as the equation of dynamic equilibrium. Okay, equation 2 is also known as the equation of dynamic equilibrium, and this principle is known as D'Alembert's principle. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ലിഫ്റ്റിൻ്റെയൊക്കെ അനാലിസിസ് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ഇനേർഷ്യയുടെ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിലൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങുന്ന നേരത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അങ്ങോട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായിരിക്കും മുമ്പിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ആ ഒരു കേസുകളിലൊക്കെ ഒരു ഓപ്പോസിങ് ഫോഴ്സ്, നമ്മൾ ആ ഒരു മോഷൻ കോസ് ചെയ്യാനൊരു ഫോഴ്സ് ഉണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്ത് മോഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക, ബാക്കിലേക്ക് മൂവ് ചെയ്യുക. അതിനായിട്ടുള്ള മോഷനുള്ള ഫോഴ്സ്. അതുപോലെ തന്നെ ലിഫ്റ്റിലേക്ക് നമ്മൾ പോകാൻ നേരത്ത് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മേളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ലിഫ്റ്റ് മേളിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്ന പോലെ തോന്നും. ഇതിൻ്റെ എല്ലാം മെക്കാനിക്സ് ആണ് D'Alembert's പ്രിൻസിപ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ലിഫ്റ്റിൻ്റെ പ്രോബ്ലംസ് എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലും മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എന്താ കൺസെപ്റ്റ് ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഡയറക്ഷനിലാണുള്ള മോഷൻ നടക്കണേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് മോഷൻ. ഓക്കെ, let's consider a problem 4.7. In an office, a lift is moving upward with an acceleration of 1.5 meters per second square. Find the pressure exerted by a body of mass 30 kg on the floor of the lift. എന്താണ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓഫീസിൽ ലിഫ്റ്റ് മൂവ് ചെയ്യാണ്. ഏത് ഡയറക്ഷനിൽ? മുകളിലേക്ക്, ഇത് അപ്പർ ഡയറക്ഷനിൽ ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 1.5 meters per second square. Then calculate the pressure exerted by a body of mass 30 kg. First, note the given data. We know given that mass of the body is equal to 30 kilogram and acceleration of motion is equal to 1.5 meters per second square. You have to find the pressure exerted by the body on the floor of the lift. Okay, then first consider the lift consider here. Then mark the direction of motion, which is in upward direction, and note the acceleration is equal to 1.5
meters per second square. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകണം. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ഏതൊരു ബോഡിയാണെങ്കിലും അതിനൊരു വെയിറ്റ് ഉണ്ടാവും. തീർച്ചയായും മാസ് കൊണ്ടുണ്ടാവുന്ന ഒരു വെയിറ്റ് ഉണ്ടാവും. വിച്ച് ഈസ് ഈക്വൽ ടു m into g ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നു. ആ വെയിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് m into g, which is equal to 30 into 9.81 meters per second square. Then next force, dynamic equilibrium വേണ്ട force, which is equal to P. P is equal to m into A, which is in opposite direction of motion. Okay, which is equal to 30 into 1.5 meters per second square. Okay, so the total reaction is equal to P plus W, because both the forces are in downward direction. Same direction, addition of forces. Then P plus W is equal to 339 newtons. Check the units, because 1 newton is equal to 1 kilogram into 1 meters per second square. Calculate ചെയ്ത് നോക്കുക. And next problem. A lift has an upward acceleration of 1 meters per second square. Find the pressure exerted by a man of mass 62.5 kilogram on the floor of the lift. If the lift had a downward acceleration of 1 meters per second square, find the pressure exerted by the man. Also find the upward acceleration of the lift, which would cause the man to exert a pressure of 750 newtons. പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ സിമ്പിൾ പ്രോബ്ലമാണ്. സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുകയാണെ? ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലൊരു ആൾ നിൽക്കുകയാണ്. ആളുടെ മാസ് തന്നിട്ടുണ്ട് 62.5 kilogram. ദെൻ ലിഫ്റ്റ് ഈസ് under motion in the upward direction. The acceleration of motion is 1 meters per second square, and find the pressure exerted by the man. Okay, it is similar to the previous problem. Then next part is, if the lift had a downward acceleration of 1 meters per second square, find the pressure exerted by the man. Also find an upward acceleration of the lift, which would cause the man to exert a pressure of 750 newton. എന്തൊക്കെയാണ് പറഞ്ഞാണ്? ഫസ്റ്റ് പാർട്ട് പ്രീവിയസ് പ്രോബ്ലം പോലെ തന്നെ. ദെൻ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞാണ്, ഇഫ് ദി ലിഫ്റ്റ് മൂവ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്കാണ് വരുന്നെങ്കിൽ എന്ത് പ്രഷറായിരിക്കും ആ വ്യക്തി ആ ലിഫ്റ്റിലേക്ക് എക്സേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അപ്പോൾ ആ വ്യക്തി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 750 ന്യൂട്ടൺ ആണെങ്കിൽ ആ ലിഫ്റ്റ് മുകളിലേക്ക് എന്ത് ആക്സിലറേഷനായിരിക്കും പോകേണ്ടിയിരുന്നത്. ഓക്കെ, ഇതാണ് പ്രോബ്ലത്തിൽ പറഞ്ഞ 3 പാർട്ടുകൾ. ദെൻ നമ്മൾ ഫസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്യാണ്. ലിഫ്റ്റ് വരച്ചു. ലിഫ്റ്റിലേക്കാണ് ആളുടെ വെയിറ്റ് 62.5 kilogram. ദെൻ ഫസ്റ്റ് പാർട്ടിലെ ലിഫ്റ്റ് ഈസ് അണ്ടർ ദ മോഷൻ, വിച്ച് ഈസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ദെൻ നോട്ട് ദി ആക്സിലറേഷൻ 1 meters per second square. Then weight is in downward direction, and the force P is also in downward direction, because the lift is moves in upward direction. We know that P and the direction of P is opposite to the direction of motion. Then total reaction is equal to P plus W, because W and P are in same direction. So we have to add the magnitudes of P and W. Then add P plus W, we get 675 newtons. Then consider the next condition. In this condition, lift is moving downward direction, so the P act in the upward direction. Mark the
lift and not the mass. Mark the direction of acceleration, which is in downward direction, and note its value 1 meters per second square. Then weight, W is equal to mass into acceleration due to gravity, 62.5 into 9.81 meters per second square. Then P is equal to 62.5 m into A, which is equal to 62.5 into 1 meters per second. In this condition, P and W are in opposite direction. So we need to subtract the greater value from the lower value, which is equal to W minus, we have to subtract the lower value from the greater value. So reaction is equal to W is equal to W minus P, which is equal to 550 newtons. Okay. Then part 3. In this condition, lift is moving in upward direction. Okay. I am assuming the acceleration is A meters per second square. So because we have to find the acceleration to cause the pressure of 750 Newton. So I am assuming the acceleration as A meters per second square. We know the weight which is acting in the downward direction, which is equal to W is equal to M into G, which is equal to 62.5 into 9.81 meters per second square. Then P is also acting in the downward direction because lift is moving in upward direction. So P is equal to M into A, which is equal to 62.5 into A. Then P plus W is equal to 750 newtons. P and W are in same direction, so we are adding P plus W is equal to 750 newtons. Then calculating the value of A. Solve it yourself and find the value of A and compare it with the answer. I got it as A is equal to 2.2 meters per second square. Okay. Then it's a problem for you to do. An elevator of mass 2 ton is to be lifted and lowered by means of a rope. Find the tension in the rope when the elevator is moving upward with an acceleration of 2 meters per second square and downward with an acceleration of 1.5 meters per second square. എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കണേ. ഒരു എലിവേറ്റർ ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 2 ടൺ. 2 ടൺ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാംസ്. ഒരു ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാംസ് ആണ്. 2 ടൺസ് എന്ന് പറയുമ്പോൾ 2000 കിലോഗ്രാംസ്. മാറിപ്പോരുത്. ഓക്കെ. 2000 ടണ്ണ് വെയിറ്റ് ഉള്ളൊരു ലിഫ്റ്റിനെ പൊക്കുകയും അതുപോലെ തന്നെ താഴത്തേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ഒരു റോപ്പിലാണ്, ഒരു കയറിനകത്താണ് ഇത് കെട്ടിവെച്ചാണ്. ആ കയറിനകത്ത് തന്നെ ടെൻഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കയറിൽ തന്നെ ടെൻഷൻ എപ്പോഴൊക്കെയാണ്? 2 കണ്ടീഷനാണ്. ലിഫ്റ്റ് മേളിലേക്ക് മൂവ് ചെയ്യുക 2 meters per second square എന്ന ആക്സിലറേഷനിലും, അതുപോലെ തന്നെ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുക 1.5 meters per second square എന്ന ആക്സിലറേഷൻ വരും. ഈ 2 ആക്സിലറേഷനിലും വരുന്ന ടെൻഷൻ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ വാല്യൂസ് ഒന്നുമില്ല, സെയിം റിയാക്ഷൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഈ പ്രോബ്ലം ചെയ്ത് തീർക്കുക. താങ്ക് യു.